ഇടുക്കിയിൽ 10 പേർക്ക് ഇടിമിന്നലേറ്റു. മംഗളദേവി ഉത്സവത്തിനെത്തിയവർക്കാണ് ഇടിമിന്നലേറ്റത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥനും മിന്നലേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. കനത്ത മഴയിലും കാറ്റിലും നെടുങ്കണ്ടം മേഖലയിൽ വ്യാപക നാശമുണ്ടായി. കൗന്തി സ്വദേശി ബാബുവിന്റെ വീട് ഭാഗികമായി തകർന്നു. അപകട സമയത്ത് കുടുംബാംഗങ്ങൾ വീട്ടിലുണ്ടായിരുന്നെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കുമളി മൂന്നാർ സംസ്ഥാന പാതയിൽ ചേമ്പളത്ത് മരങ്ങൾ കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. വൈദ്യുതി പോസ്റ്റുകളും വ്യാപകമായി തകർന്നു. രാഹുൽ സുരേഷുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രാഹുൽ സുരേഷ്, കനത്ത വേനലിൽ പെയ്ത മഴയിൽ വലിയ ദുരിതമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇടിമിന്നലിനെ കരുതിയിരിക്കണമെന്ന നിർദ്ദേശമുണ്ടായിരുന്നു. ഇടിമിന്നലും കെടുതികളും റിപ്പോർട്ട് ചെയ്തു തുടങ്ങുകയാണ്. നാളെയും യെല്ലോ അലർട്ടാണ് 8 ജില്ലകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വേനൽ മഴ ദുരിതം വിതച്ചു തുടങ്ങിയോ? ഉച്ചയ്ക്ക് ശേഷമുണ്ടായ അതിശക്തമായ മഴയിൽ ഇടുക്കി ജില്ലയിൽ വ്യാപക നാശനഷ്ടമാണ് വരുത്തിയിരിക്കുന്നത്. ഹൈറേഞ്ച് മേഖലയിലാണ് ഏറെ നാശനഷ്ടം വരുത്തിയിരിക്കുന്നത്. മംഗളാദേവി ക്ഷേത്രത്തിലെ ഉത്സവം കഴിഞ്ഞിറങ്ങി വരികയായിരുന്ന 10 ആളുകൾക്കാണ് ഇടിമിന്നലിൽ പരിക്കേറ്റിരിക്കുന്നത്. കുട്ടികളും പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ള ആളുകൾ ചികിത്സ തേടുകയും ചെയ്തിട്ടുണ്ട്. 9 പേർ കുമളിയിലെ സർക്കാർ ആശുപത്രിയിലും ഒരാൾ കോട്ടയത്തെ ആശുപത്രിയിലേക്കും മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇവർ ഉത്സവം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഇടിമിന്നലേൽക്കുകയും തെറിച്ചു വീഴുകയുമായിരുന്നു എന്നതാണ് പറയുന്നത്. വനമേഖലയിലൂടെയുള്ള ഒരു പാത കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആളുകൾ തെറിച്ചു വീഴുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷേ ആരുടെയും നില ഗുരുതരമല്ല എന്നത് ആശ്വാസകരമായ കാര്യമാണ്. നെടുങ്കണ്ടം മേഖലയിൽ ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീണ് ഗതാഗതം ഏറെ നേരം തടസ്സപ്പെട്ടു. ഇലക്ട്രിക് പോസ്റ്റുകൾ ഉൾപ്പെടെ തകരുകയും ചെയ്തു. ഒരാളുടെ വീടിന് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. കൗന്തിയിലാണ് മങ്ങാട്ടുപൊയ്കയിൽ ബാബുവിന്റെ വീട് ഭാഗികമായി തകരുന്ന സാഹചര്യം ഉണ്ടായത്. രാത്രിയിലും ഇടിമിന്നലോട് കൂടിയ മഴ തുടരുമെന്നതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇന്നിപ്പോൾ 7 ജില്ലകൾക്കും നാളെ 8 ജില്ലകൾക്കും യെല്ലോ അലേർട്ട് നൽകിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം പെയ്യുന്ന മഴ ഇടിമിന്നലോട് കൂടിയിട്ടുള്ള മഴയായതിനാൽ ജാഗ്രത പാലിക്കണമെന്നും പറയുകയും ചെയ്തിട്ടുണ്ട്. കോതമംഗലം മേഖലയിലും വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടെന്ന റിപ്പോർട്ട് കൂടി പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. അവിടെയും ഗതാഗത തടസ്സം ഉൾപ്പെടെ കോതമംഗലം പൂയംകുട്ടി റോഡിലാണ് ഗതാഗത തടസ്സം ഉണ്ടായിരിക്കുന്നത്. ആ ഗതാഗത തടസ്സം നീക്കി വാഹനങ്ങൾ മുന്നോട്ട് ഇപ്പോൾ നീങ്ങി വരികയുമുണ്ട്. താങ്ക് യു. രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.